പുന്നൂർകുളം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷത്തെ UDF BJP അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. വികസന വിഷയങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളോട് രാഷ്ട്രീയ വിവേചനം പുലർത്തുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. 2024-25 വാർഷിക പദ്ധതിയിൽ 2,19,01,285 രൂപ റോഡിനത്തിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അനുവദിച്ചത് 1,35,51,000 രൂപയാണ്. 83,50,285 രൂപ സർക്കാർ വെട്ടിക്കുറച്ചു. LDFന്റെ പിണറായി സർക്കാർ പഞ്ചായത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ച ജനദ്രോഹ നടപടി UDF BJP മെമ്പർമാർക്ക് അനുവദിച്ച പദ്ധതി ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടാണ് പുന്നൂർകുളം ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. പഞ്ചായത്തിലെ വ്യക്തിഗത പൊതു ആനുകൂല്യങ്ങൾക്കുള്ള വിഹിതം 3,10,00,000 രൂപയായിരുന്നു. എന്നാൽ അതിൽ നിന്നും സർക്കാർ 20 ലക്ഷം രൂപയും വെട്ടിക്കുറച്ചു. പ്രതിപക്ഷത്തെ ആനുകൂല്യങ്ങൾ മാത്രം വെട്ടിക്കുറച്ച പുന്നൂർകുളത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലതിരിഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF ഭരണസമിതി അംഗങ്ങൾ ഇറങ്ങിപ്പോന്നത്. വെട്ടിക്കുറച്ച റോഡുകളുടെ ഫണ്ട് പുനഃസ്ഥാപിക്കാനും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും താറുമാറായി കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കുന്നതിനുമുള്ള ഫണ്ട് അനുവദിക്കാൻ സർക്കാരിനോടും ഭരണസമിതിയോടും UDF മെമ്പർമാർ ആവശ്യപ്പെട്ടു. സാധാരണക്കാർക്ക് അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് റോഡുകൾ വെട്ടിപ്പൊളിഞ്ഞും അതുപോലെ തന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയും വാഹനത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനാണ് ഞങ്ങൾ ഓരോ മെമ്പർമാരും നിരന്തരമായിട്ട് പഞ്ചായത്ത് യോഗത്തിൽ ആവശ്യപ്പെടുകയും ഉൾപ്പെടുത്തില്ല എന്നുള്ള കാരണത്താലാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. UDF മെമ്പർമാരുടെ വാർഡിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് UDF മെമ്പർമാർ പറഞ്ഞു. അബു താഹിർ മാവിൻചുവട്, KH ആബിദ്, ഷാനിബ മൊയ്തുണ്ണി, ദേവകി ശ്രീധരൻ, സജിത ജയൻ എന്നിവർ ഇറങ്ങിപ്പോക പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിലവിൽ ഉന്നയിച്ച ദ്വാരക റോഡ്, ആറ്റുപുറം പറയങ്ങാട് റോഡ്, മറ്റു പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഇത്തരം അവസ്ഥയിൽ ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് BJP മെമ്പർമാർ ഇറങ്ങിപ്പോയത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്ന് BJP മെമ്പർമാരായ ഗോകുൽ അശോകൻ, അനിത, ഇന്ദിര പ്രഭുലൻ എന്നിവർ പറഞ്ഞു. നമുക്ക് അത്രയ്ക്കും സഞ്ചാരയോഗ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ എല്ലാ കമ്മിറ്റിയിലും പറഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയ ഫണ്ട് സർക്കാർ 1 കോടി രൂപ 11 ലക്ഷം ലാപ്സ് ആക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നമ്മുടെ റോഡുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പുനർനിർമ്മിച്ച് നൽകിയിട്ടില്ലെങ്കിൽ തക്കതായിട്ടുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. CCTV ന്യൂസ്, പുന്നൂർകുളം.